അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണം. അള്ളാഹുവിന് നീ വഴിപ്പെട്ട് ജീവിച്ചുകൊള്ളണം. ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. സൂറത്തുൽ ഹുജറാത്ത് പറയുന്നു, മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നീ ഉറക്കെ ശബ്ദിക്കരുത്. നിന്റെ ശബ്ദം നബിയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിലാവരുത്. നബിയുടെ ശബ്ദം എത്രയായിരുന്നു? മിതമായ ശബ്ദമായിരുന്നു. നിന്റെ ശബ്ദവും മിതമായിരിക്കണം എന്നാണ് ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം. ഉസ്താദേ, ഞാൻ ഭാര്യയെ വിളിക്കലുണ്ട്, ഉറക്കെ വിളിക്കുക, പറ്റുമോ? ഉസ്താദേ, ഞാൻ ഉമ്മാനെ വിളിക്കും, ഉറക്കെ, പറ്റുമോ? തീരെ പറ്റൂല. ഭാര്യയെ വിളിക്കുമ്പോൾ അത്ര ശബ്ദം ഉമ്മയെ വിളിക്കുമ്പോൾ പാടില്ല. ബാപ്പയെ വിളിക്കുമ്പോൾ ശബ്ദം ഇനിയും താഴണം. അതാണ് മുത്ത് നബിയോടുള്ള ബഹുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് നീ ഉറക്കെ സംസാരിച്ചു പോയാൽ അല്ലാഹു തആല തന്നെ വെറുത്തു കളയും. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത്ത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉള്ള മദീന, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള മദീന, ഏറ്റവും ബഹുമാനമുള്ള മണ്ണ്, മുത്ത് നബിയെ മറവ് ചെയ്ത സ്ഥലമാണ്. ലോകത്തുള്ള മുഴുവൻ മണ്ണിനേക്കാളും പ്രാധാന്യം ആ മണ്ണിനാണ്. ആ മണ്ണിന്റെ ആ ഖബർ ശരീഫ് നിലകൊള്ളുന്ന മദീനത്തെ പള്ളിയിൽ അതാ രണ്ടാളുകൾ വരുന്നു. ആ രണ്ടാളുകൾ ഉറക്കെ സംസാരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു, കേൾക്കുന്നു. ഉടനെ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ വിസിറ്റിന് വന്നതാണ്, ഈ നാട്ടുകാരല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ മദീനയിൽ വന്ന് മുത്ത് നബിയുടെ ഖബർ ഉള്ള ഈ സ്ഥലത്ത് നിങ്ങൾ ഉറക്കെ സംസാരിച്ചത് മോശമായി പോയി. നിങ്ങൾ ഈ നാട്ടുകാരാണെങ്കിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു വിടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് ആ അവിടുത്തെ ഹദറത്തിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു, നബിയുടെ വഫാത്തിന് ശേഷവും ആ നിയമം ബാധകമാണ്. ആ മുത്തുനബിയുടെ പേരമക്കളാകുന്ന സയ്യിദുമാരോടും ഉറക്കെ സംസാരിക്കരുത്, അദബുകേടാണ്. ആ മുത്തുനബിയുടെ അനന്തരാവകാശികളാകുന്ന ആലിമീങ്ങളോടും സാധാരണക്കാർ ഉറക്കെ ശബ്ദിക്കരുത്. എന്തെല്ലാം പാഠങ്ങളാണ് ഖുർആൻ നമുക്ക് തരുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച് ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കാത്ത ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെത്തുമ്പോൾ അവന് സുപ്പീരിയോറിറ്റി എന്ന് പറയുന്ന അഭിമാന ബോധം വരും. മനുഷ്യന് ആത്മശക്തിയും ഇച്ഛാശക്തിയും കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഏതാണ്? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്താണ്, മുത്തുനബിയോടുള്ള പ്രിയമാണ്. ഒരു മകൻ ജനിച്ചാൽ ആ മകന്റെ വായിൽ ഈത്തപ്പഴം ചവച്ചിട്ട് ആ കുഞ്ഞിന്റെ വായിൽ തുപ്പിക്കൊടുക്കുന്നതും
വലത്തെ ചെവിയിൽ ബാങ്ക് വിളി കേൾപ്പിക്കുന്നതും ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കേൾപ്പിക്കുന്നതും നല്ല പേരിടുന്നതും 7ാമത്തെ ദിവസം ഈ കാര്യങ്ങളിൽ മുടി കളയലും അറവുമൊക്കെ നിർവഹിക്കലും 7-ന് കഴിയില്ലെങ്കിൽ 14-ന് 14-ന് കഴിഞ്ഞില്ലെങ്കിൽ 21-ന് 21-ന് കഴിഞ്ഞില്ലെങ്കിൽ 28-ന് അങ്ങനെ എന്താണോ ശറയിൽ പറഞ്ഞത് അതനുസരിച്ച് ആ കുഞ്ഞിന്റെ ചെറിയ കാലം മുതൽക്കുള്ള തർബിയത്ത് മുഴുവനും നിർവഹിക്കൽ നിന്റെ മുത്ത് നബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. മാത്രവുമല്ല നിന്റെ മകന് നീ പേരിടുമ്പോൾ നല്ല പേര് വിളിച്ചോ, മുഹമ്മദ് എന്ന് പേര് വിളിച്ചോ. അതുപോലെ തന്നെ അഹമ്മദ് പേര് വിളിച്ചോ. فإن لي ذمة منه بتسمية محمدا وهو فالخلق فإن لي ذمة منه بتسمية محمدا أو فالخلق بالذمم. അലക്സാണ്ട്രിയ പട്ടണത്തിന്റെ തീരത്താണ് ബൂസിരി ഇമാമിന്റെ ഖബറുള്ളത്. 1992-ൽ മിസ്റിൽ പോകാൻ സന്ദർഭമുണ്ടായപ്പോൾ മദീനത്തുൽ ബുഊസിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഔഖാഫിന്റെ പ്രതിനിധികൾ പറഞ്ഞു ബൂസിരി ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പറ്റി, നമ്മൾ പോവുക. വളരെ സന്തോഷമായി. അങ്ങനെ അവരുടെ വക കാറിൽ കയറിയിട്ട് മധ്യധരണിയായുടെ തീരത്ത് അലക്സാണ്ട്രിയ പട്ടണം, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. അവിടെല്ലാം പോകുമ്പോ നമ്മളെ ഖൽബിൽ ഇങ്ങനെ ഓർമ്മയിൽ വരും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ഒരുപാട് മഖാമുകൾ സന്ദർശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഖാമുകൾ സന്ദർശനത്തിലൂടെ അല്ലാഹു നമ്മളെ ഈമാൻ ഏറ്റിത്തരട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകൾക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അല്ലാഹു അവരെ ഖൽബിൽ ഉറപ്പിച്ചു കൊടുക്കട്ടെ. ബൂസിരി ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ആ ഖബറുള്ള മഖാമിന്റെ മുകളിൽ ബുർദ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ആ വരി ഇങ്ങനെ വായിച്ചു നോക്കി. എന്തൊരു ഭാഗ്യമുള്ള മനുഷ്യൻ! മുത്ത് നബിയോട് എന്തൊരു ബഹുമാനമാണ്! വല്ലാത്ത ബഹുമാനമുള്ള മാനാണ്. ഖാദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരിൻ മളാ ഫിശ്ശിരി വൽ ഖദമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്ന വിഷയത്തിൽ അദ്ദേഹം 1ാം സ്ഥാനക്കാരനായി മാറി. എല്ലാ കല്യാണ പന്തലുകളിലും ഗാനമേളകളൊക്കെ പോയി അവിടെയെല്ലാം ബുർദ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുള്ള ആളുകൾ ആ ബുർദ പതിവാക്കുക. ബുർദ ഇമാം ബൂസിരി പറയാണ് ഖദംതുഹു ബിമദീഹിൻ നസ്തഖീലു ബിഹി. ഞാൻ ഒരു കാലത്ത് കൊട്ടാരങ്ങളിൽ കവിത ചൊല്ലി നടന്നിരുന്ന കൊട്ടാര കവിയായിരുന്നു. എന്നാൽ കൊട്ടാരത്തിൽ കവിത ചൊല്ലിയാൽ കൊട്ടാരത്തിൽ രാജാവ് സമ്മാനങ്ങൾ തരും, പായസം തരും, നല്ല മെമന്റോകൾ തരും. ഞാനതൊക്കെ ഇങ്ങനെ വാങ്ങി രാജാവിനെ പുകഴ്ത്തിയാൽ സമ്മാനം കിട്ടുമല്ലോ എന്ന് കരുതി കുറെ കൊട്ടാരത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ മുത്തുനബിയെ പറ്റി നന്നായി അറിഞ്ഞത്. ഞാൻ ആ മുത്തുനബിന്റെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ മുമ്പ് ചെയ്ത മുഴുവൻ ദോഷങ്ങളും പുറത്തു കിട്ടാൻ ഈ മുത്തുനബിയുടെ മദ്ഹ് എനിക്ക് കാരണമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തനബിക്ക് സ്വലാത്തുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങളും ആ ഹബീബിന് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുവീൻ. ഇമാം ബൈളാവി പറഞ്ഞു, അൽ മദ്ഹു വസ്സനാഉ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മദ്ഹ് പറയലാണ്, മൗലിദ് ചൊല്ലലാണ്, ബൈത്തുകൾ പറയലാണ്, ത്വലഅൽ ബദ്റു ചൊല്ലലാണ്. അത് സ്വലാത്താണ്. ഈ വഅദ് സ്വലാത്താണ്. അതൊരു മനുഷ്യനുണ്ടെങ്കിൽ അവന് ഇച്ഛാശക്തി വർദ്ധിക്കും. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള മനക്കരുത്ത് കിട്ടും. നീട്ടി പറയുന്നില്ല. വലി കിതാബിഹി, മൂന്നാമത് ഇച്ഛാശക്തി ലഭിക്കാനുള്ള മൂന്നാമത്തെ വഴി വലി കിതാബിഹി, ഖുർആനുമായി ഒട്ടിപ്പിടിക്കുക, ഖുർആനുമായി കൂടുതൽ അടുക്കുക. ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള. അതിന്റെ ബാക്കി എല്ലാവരും ചൊല്ലി, ഹനീഫൻ മുസ്ലിമൻ. അത് ശരി, ഞാനിങ്ങനെ പറയാം, നിങ്ങൾക്ക് വെറുതെ ഇരിക്കല്ലേ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അവിടെയാണ് നമ്മൾ തെറ്റിയത് അല്ലേ? വഅന മിനൽ മുസ്ലിമീൻ എന്നാണ് നിങ്ങൾ ചൊല്ലിയത്. ഞാൻ ചൊല്ലിയത് വഅന അവ്വലുൽ മുസ്ലിമീൻ. വഅന മിനൽ മുസ്ലിമീൻ. പടച്ചവനെ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ്. ഞാനൊരു മോശക്കാരനല്ല. ഞാൻ നിന്റെ ആളാണ്. ഞാൻ നിന്റെ ആളായതുകൊണ്ട് എന്നെ നീ തട്ടിക്കളയരുത്. എന്റെ പല വിഷയവും പരിഹരിക്കാതെ കിടക്കുകയാണ്. അതെല്ലാം പരിഹരിക്കാനുള്ള വഴിയാണ് ഈ നിസ്കാരം. ആ നിസ്കാരത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു റബ്ബേ. ആ നിസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു റബ്ബേ. എനിക്ക് കടങ്ങളുണ്ട്. എൻ്റെ ഒരുപാട് കാര്യം പൂർത്തിയായി കിട്ടാനുണ്ട്. അതൊക്കെയും എൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. അതാണ് നിസ്കാരം. നിസ്കാരം ഉണ്ടെങ്കിൽ അത് മതി. പ്രാർത്ഥനയ്ക്ക് എല്ലാറ്റിനും കൂടെ അത് മതി. പക്ഷേ ആ പ്രാർത്ഥന അല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ കുറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ പാലിക്കാത്തതായതുകൊണ്ട്, ബേജാറിലായതുകൊണ്ട് ഉസ്താദുമാരോടും സാലിഹീങ്ങളോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോളൂ. എല്ലാവരോടും ദ്വാരക്കാൻ പറഞ്ഞു. ഏത് മനുഷ്യനാവട്ടെ അവൻ ദുആക്ക് വേറുള്ളവരെങ്ങനെ സമീപിച്ച് ദ്വാരക്കാൻ പറയണം. മുത്തുനബി പോലും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബിനോട് മുത്തുനബി പറഞ്ഞു, യാ ഉമറു, നീ ഉംറക്ക് പോവുകയാണല്ലേ? ഉംറക്ക് പോകാൻ സമ്മതം ചോദിക്കാൻ വന്നതല്ലേ? അതെ. എന്നാ ഉമറെ, ഒരു കാര്യം, ഈ മക്കത്ത് പോയിട്ട് എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് ഹബീബ് റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉസ്താദുമാര് സാധാരണക്കാരോട് ദ്വാരക്കാൻ പറയാ, സാധാരണക്കാർ ഉസ്താദുമാരോട് ദ്വാരക്കാൻ പറയാ, സയ്യിദുമാര് ആലിമീങ്ങളോട്, ആലിമീങ്ങൾ സയ്യിദുമാരോട്, ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട് ഒക്കെ ദ്വാരക്കാൻ പറയണം. ഭാര്യമാരെപ്പോഴെങ്കിലും ഭർത്താവിനോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉസ്താദെ, നിസ്കാരമൊന്നും ഇല്ല ആ പഹയന്, ഞാനിങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോവുകയാണ്. നോ, അവനിൽ ചില നന്മകളുണ്ട്. ആ നന്മകളെ നീ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി മഹബത്ത് വെച്ചോളൂ. എന്നിട്ട് അവൻ നന്നാകാൻ വേണ്ടി നീ പടച്ച റബ്ബിനോട് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട് ദ്വാരന്നോളൂ. എന്നാൽ നിന്റെ റബ്ബ് ആ ഭർത്താവിനെ നിനക്ക് നന്നാക്കി തരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വളരെ മോശമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ നന്നാവാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്ന് ഉമ്മ നന്നായി. ഹദീസിലുണ്ട്, സംഭവം ചരിത്രത്തിലുണ്ട്. അപ്പോ
ഞാൻ എന്തോ ഒരു വിഷയം പറഞ്ഞാണ് അവിടെ എത്തിയത്. നിസ്കാരമെന്ന് പറയുന്ന അമലിലേക്ക് പ്രവേശിച്ചു. എല്ലാ കാര്യവും അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് മുൻപുള്ള പ്രതിജ്ഞ പ്ലഡ്ജ്, അതാണ് വജ്ജഹത്തു. ആ വജ്ജഹത്തുൽ വാന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ് ഒരാൾ ഉച്ചരിക്കുന്നതെങ്കിൽ അത് ഖുർആനാണ്. വാന മിനൽ മുഅ്മിനീൻ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത് വാന മിനൽ മുസ്ലിമീൻ. പക്ഷേ ഖുർആനിലുള്ളത് വാന അവ്വലുൽ മുസ്ലിമീൻ. രണ്ടും അനുവദനീയമാണ്. കിതാബിൽ കാണുന്നു. അവ്വലുൽ മുസ്ലിമീൻ എന്ന് ഓതുന്ന സമയത്ത് മനസ്സ് കരുതി, പടച്ച റബ്ബേ, ഖുർആനോട് എനിക്ക് വലിയ മഹബത്തുണ്ട്, ഞാനിന്ന് ഖുർആൻ ഓതിയിട്ടില്ല, അതുകൊണ്ട് ആ ഖുർആന്റെ കൂലി, ഖുർആൻ ഓതിയ കൂലി കിട്ടാൻ വേണ്ടി വാന അവ്വലുൽ മുസ്ലിമീൻ എന്ന് ഓതിയതാണെന്ന് മനസ്സിൽ കരുതിയാൽ ഖുർആൻ ഓതിയ കൂലി റബ്ബ് നിനക്ക് തരുന്നതാണ്. ഖുർആന്റെ ഖത്ം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ബാപ്പക്ക് വേണ്ടി എല്ലാ ദിവസവും യാസീൻ ഓതാറുണ്ട്. ഒരു ദിവസം നിസ്കാരത്തിൽ പ്രവേശിച്ച് ഫാത്തിഹയുടെ ശേഷം യാസീൻ ഓതി. ആ യാസീൻ ഓതുന്ന സമയത്ത് ഖത്മിൽപ്പെട്ട യാസീന് പകരം ഫാത്തിഹയ്ക്ക് ശേഷം നിസ്കാരത്തിലേത് യാസീൻ മതിയാകുമോ? മതിയാകും എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഖുർആൻ ഓതണം. എന്നാൽ ഇച്ഛാശക്തി വർദ്ധിക്കും. ആയത്തുൽ കുർസി ഓതാത്ത ഒരു ദിവസവും ഉണ്ടാകരുത്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ ആയത്തുൽ കുർസി പതിവായി ഓതിയാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു തടസ്സവുമില്ല. ഇല്ലൽ മൗത്ത്, മരിച്ചു കിട്ടിയാ മതി, സ്വർഗത്തിലാണ്. അങ്ങനെ ഇച്ഛാശക്തി വർദ്ധിക്കാനുള്ള 3 കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. 4-മത്തേത് ഏതാണ്? വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, ഇമാമീങ്ങൾക്ക് ഗുണം ചെയ്യണം, ഉസ്താദുമാർക്ക് ഗുണം ചെയ്യണം, ആലിമീങ്ങൾക്ക് ഗുണം ചെയ്യണം. ഉലമാക്കളോട് എപ്പോഴും ബഹുമാനമുണ്ടാകണം. എന്ത് ഉസ്താദുമാര് എന്ന് പുച്ഛത്തോടു കൂടി ഒരാൾ പറഞ്ഞാൽ അവൻ മുർത്തദ്ദാണ്. കാരണം ആ വാക്കിൽ മുത്തുനബിയും ഉൾപ്പെട്ടുപോയി. ഫത്ഹുൽ മുഈനിൽ കാണാം. എന്ത് ഉലമാക്കൾ എന്ന് പുച്ഛത്തോടു കൂടി പറഞ്ഞാൽ ആ വാക്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടും. അത് വരരുത്. അതിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളും നമ്മളെ നാടുകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നത്. ആലിമീങ്ങളെ ബഹുമാനിക്കണം എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവരോട് നല്ല ബഹുമാനം വേണം. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. അവരോട് കാര്യം പറഞ്ഞാൽ അത് ഖൈറായ കാര്യമാണെങ്കിൽ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അയിമ്മത്തിനോടുള്ള ബഹുമാനം, ഇമാമിങ്ങളോടുള്ള ബഹുമാനം ഒരാൾ വെച്ച് പുലർത്തിയാൽ അവൻ നല്ല പൊരുത്തമുള്ള ആളായി മാറും. ഒരു ഉസ്താദിനെയും ഇൻസൾട്ട് ചെയ്യരുത്. ഒരു ഗ്രൂപ്പിലുള്ള ഉസ്താദിനെയും പരിഹസിക്കരുത്, കളിയാക്കരുത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പിന്തുടരണ്ട, പക്ഷേ നീ കുറ്റം പറയരുത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉലൂമുദ്ദീനിൽ പറഞ്ഞു, ആലിമീങ്ങളെ പറ്റി നീ ഗീബത്ത് പറഞ്ഞാൽ അത് സൂഉൽ ആഖിബത്തിന് കാരണമാണ്. സാധാരണ ഒരാളെയും നീ ഗീബത്ത് പറയരുത്. ആലിമീങ്ങളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ മാംസം നഞ്ഞാണ്. നീ നശിച്ചു പോകാൻ അത് മാത്രം മതി. അപ്പൊ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയരുത്. ഈ പാഠവും ഉമ്മമാരെ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം.
ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ മതത്തിന്റെ 5ാമത്തെ ഘടകം വലിയ സമുദായത്തിലുള്ള സാധാരണക്കാരോടുള്ള ബഹുമാനമാണ്. ഉസ്താദുമാർ സാധാരണക്കാരെ റെസ്പെക്ട് ചെയ്യണം. മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും നാട്ടിലുള്ള സാധാരണക്കാരെയും പരിഗണിക്കണം. അവരെ ചീത്ത പറയരുത്. അവരെ ഉപദേശിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉപദേശിക്കണം. അവരെ വെറുപ്പിക്കരുത്. അവര് അകന്നു പോകുന്ന രൂപത്തിൽ കുറ്റം പറയരുത്. അവരൊരു പക്ഷേ നെരിയാണിന്റെ താഴെ തുണിയെടുക്കുന്നവരാണ്, അല്ലെങ്കിൽ അവര് കറാഹത്തുകളും ഹറാമും ചെയ്യുന്നവരാണ്. എന്നാലും ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വാക്കുകളല്ലാതെ അവരെ സംബന്ധിച്ച് ഗീബത്തായിട്ടുള്ള പദങ്ങളൊന്നും കടന്നു വരരുത് എന്ന് വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.